ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ചാലേ നമ്മളെല്ലാവരും ബന്ധിച്ചെടിയൊക്കെ ഓണമാകുമ്പോൾ നടും. അതിനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് ബാധിക്കുന്ന ഒരു ചെടിയാണ്. അതൊന്ന് മാത്രമല്ല, ഏത് ചെടിക്കാണെങ്കിലും ഫംഗസ് ബാധിക്കുക എന്നുണ്ടെങ്കിൽ 100% റിസൾട്ട് കിട്ടുന്ന പരിഹാരം എന്ത്, അതാണ് ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ദാണ്ടേ ഈ ചെടി നിങ്ങൾ കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഫംഗസ് ബാധിച്ച് നിൽക്കുക. ഇലകളെല്ലാം കറുത്ത് ചുരുണ്ടുകൂടി, അതുപോലെ തന്നെ വേറെ വെള്ള കളറൊക്കെ ഇലകളിൽ വീഴുന്നത് കണ്ടോ. അപ്പോൾ ഇതിന് എന്താണ് പരിഹാരം, അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിന് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടി നമ്മൾ കുറച്ച് ബന്ധിച്ചെടി നട്ടിട്ടുണ്ടായിരുന്നേ. അതൊക്കെ അതേ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ചെടികൾക്കും ഇതേപോലെ ഫംഗസ് ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാലേ, ഇതാണ് സാഫ് ഫംഗിസൈഡ്. ഇതേപോലെ ഒരെണ്ണം വാങ്ങിക്കണം. ഇത് നമുക്കെന്ന് പറഞ്ഞാൽ വളക്കടകളിലെല്ലാം കിട്ടും, അല്ലാതെ ഓൺലൈനായിട്ടൊക്കെ കിട്ടുമായിരിക്കും. വളക്കടകളിലെല്ലാം കിട്ടുന്ന ഒരു സാധനമാണ് ഇതെങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 20 ഗ്രാമിന് 38 രൂപയാണ് വില. ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പച്ച കളറാണ് ഇതിന്. ആദ്യം തന്നെ ഇതിന് വേണ്ടി നമ്മൾ 1 ലിറ്റർ വെള്ളം എടുക്കണം. നമ്മളിത് ഈ വെള്ളത്തിലേക്ക് 1 സ്പൂണ് സാഫ് ഇട്ടിട്ട് നമുക്കൊന്ന് കലക്കി കൊടുക്കാം. ഈ വെള്ളത്തിനൊരു പച്ച കളറായിട്ടുണ്ടേ. അപ്പം നമുക്ക് ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രേയർ ഉണ്ടെങ്കിൽ സ്പ്രേയറിൽ ഒഴിക്കാം. അതുപോലെ തന്നെ ഒരു കുപ്പിയാണെങ്കിൽ അതിനൊരു ഹോൾ ഇട്ടിട്ട് അതിലൊഴിക്കാം. അതിൻ്റെ റൗണ്ടിന് നമ്മൾ സേഫ്റ്റി പിന്നു കൊണ്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. സ്പ്രേയർ ഉണ്ട് എങ്കിൽ തന്നെ ഞാനൊരു മിനറൽ വാട്ടറിൻ്റെ ഒരു 1 ലിറ്ററിൻ്റെ കുപ്പിയിലാണ് ഇത് ഒഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണെങ്കിൽ ഹോളിട്ട് വെച്ചേക്കുക. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വേണ്ട ഈ കുപ്പിക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു കൊടുത്തിട്ട് ചെന്ന് സ്പ്രേ ചെയ്യുന്നത് കാണിക്കാം. ഇനി ഈ ചെടിക്ക് ഇങ്ങനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ഇത് ഫംഗസ് ബാധിക്കാത്ത ചെടികൾക്കെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയും നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കണ്ടോ, ഈ ചെടിക്ക് കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ബാധിച്ച് വല്ലാതെ നിൽക്കുമായിരുന്നു ഈ ചെടി. ഇപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല നല്ല ലീഫുകളൊക്കെ വരുന്നത് കണ്ടോ. അതുപോലെ തന്നെ മുട്ടൊക്കെ വരുന്നുണ്ട്. കണ്ടോ, നല്ലതായിട്ട് കയറി വരാൻ നോക്കുന്നു. ഒരാഴ്ചയായതേ ഉള്ളൂ ഈ ചെടിക്ക് സ്പ്രേ ചെയ്തിട്ട്. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക. 100% റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഓക്കെ, ബൈ ബൈ.